ഹർഷിന നീതിക്ക് വേണ്ടി തെരുവിലിറങ്ങേണ്ടി വന്നു അവൾക്ക്. 2017 നവംബർ 30 അന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്ന പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെയാണ് ആർട്ടറി ഫോസെപ്സ് എന്ന കത്രിക ഹർഷിനയുടെ വയറ്റിൽ അകപ്പെട്ടത്. വയറ്റിൽ കുടുങ്ങിയ കത്രികയുമായി വേദന തിന്ന് ഹർഷിന ജീവിച്ചത് 5 വർഷമാണ്. അതിന്റെ പ്രയാസങ്ങൾ ഇന്നും തീർന്നിട്ടില്ല. ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി, തുടർ പഠനം മുടങ്ങി, ജോലി നഷ്ടപ്പെട്ടു. ആ ഒരു ദുരിതം എന്ന് പറഞ്ഞാൽ ചെറുതല്ല, ഒരുപാട് വലുതാണ്. ഒരു മനുഷ്യൻ നമുക്ക് വിവരിച്ചു കൊടുക്കാൻ കഴിയുന്ന അത്രയല്ല. നമ്മൾ വേദന അനുഭവിച്ചത് മാത്രമല്ല, മാനസികമായിട്ട് അനുഭവിച്ചത് ഒരുപാടാണ്. പിന്നെ എന്തോ ഒരു പഠിച്ചവൻ്റെ ഒരു ഇത് കൊണ്ട് മാത്രമാണ് ഇപ്പോഴും ജീവനോടുള്ളത്. 2022 സെപ്റ്റംബർ 17 കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ നടത്തിയ ശസ്ത്രക്രിയയിലൂടെയാണ് കത്രിക പുറത്തെടുത്തത്. ഹർഷിനയുടെ പരാതിയെ തുടർന്ന് ആരോഗ്യവകുപ്പ് 2 തവണ അന്വേഷിച്ചു. എവിടെ നിന്നാണ് കത്രിക കുടുങ്ങിയതെന്ന് കണ്ടെത്താനായില്ല അവർക്ക്. അങ്ങനെയാണ് അട്ടിമറി ആരോപണം ആദ്യമായി ഹർഷിന ഉന്നയിക്കുന്നത്. ആടിനെ പട്ടിയാക്കാന്ന് പറയില്ലേ, ഇത് ആടല്ല അത് പട്ടിയാന്ന് അവരങ്ങ് പറഞ്ഞാൽ നടക്കൂലല്ലോ. ഈ ഒരു മെഡിക്കൽ ബോർഡ് എന്ന് പറഞ്ഞാൽ അവരെ ഡോക്ടേഴ്സിന്റെ ഭാഗത്തുനിന്ന് വന്നതിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യാന്നുള്ളത് അവർക്ക് മനസ്സിലാവാനിട്ടൊന്നല്ല. അവർക്ക് വ്യക്തമായിട്ട് അറിയാം ഇത് എവിടുന്നാ പറ്റിയതെന്ന്, ഏത് സിസേറിയല്ല സംഭവിച്ചതെന്ന്. അവരും MBBS-ഉം എന്തായാലും ഈ ഒരു സയൻസൊക്കെ പഠിച്ചിട്ടായിരിക്കുമല്ലോ എന്തായാലും റേഡിയോളജിസ്റ്റും ഗൈനക്കോളജിസ്റ്റും ഒക്കെ ആയിട്ടുണ്ടാവുക. അപ്പോൾ ഒരിക്കലും അവർക്ക് ഉറപ്പുള്ള കാര്യം അവർ അത്രയും ഇവരെ സംരക്ഷിക്കുക എന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ട് ഒരു നാടകം കളിക്കാന്ന് തന്നെ പറയുന്നത്. 2023 മാർച്ച് 1 ഹർഷിന സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകുന്നത്. മെഡിക്കൽ നെഗ്ലിജൻസ് ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് 6 മാസം കൊണ്ടാണ് അന്വേഷണം പൂർത്തിയാക്കിയത്. പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെയാണ് കത്രിക കുടുങ്ങിയതെന്ന് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ K. സുദർശന്റെ അന്വേഷണത്തിൽ കണ്ടെത്തി. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ CK രമേശൻ, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ നഴ്സുമാരായ M. രഹന, KG മഞ്ജു എന്നിവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അന്നത്തെ സൂപ്രണ്ടായ IMC സൂപ്രണ്ടായിരുന്ന ശ്രീകുമാർ സാറും പിന്നെ വീരേന്ദ്ര ഡോക്ടർ ഗൈനക്കോളജിൻ്റെ ഹെഡും പിന്നെ സർജിക്കൽ എക്യുപ്മെൻറ്റ് പുറത്തെടുത്ത ഡോക്ടർ സജല, ഇവർ 3 പേരെ പ്രതിയാക്കിക്കൊണ്ടാണ് പരാതി കൊടുത്തത്. പക്ഷേ നമ്മൾ അന്വേഷണത്തിനകത്ത് അവർക്ക് ഇതിനകത്ത് പങ്കില്ല എന്നും എക്യുപ്മെൻറ്റ് സർജറി നടത്തിയ സമയത്തുണ്ടായിരുന്ന ആളുകളാണ് ഇന്ന് പ്രതിയായി വരുന്നത്. അതുകൊണ്ട് തന്നെ ആ 3 പേരെയും പ്രതിസ്ഥാനത്ത് മാറ്റിയിട്ട് നമ്മൾ ഈ ഡോക്ടർ രമേശിനെയും രഹന, സജന പിന്നെ ഷഹാന ആൻഡ് മഞ്ജു ഈ 4 പേരെയും പ്രതികളാക്കിയിട്ടാണ് നമ്മൾ കുറ്റപത്രം സമർപ്പിച്ചത്. ഇന്നാണ് കുന്നമംഗലം കോടതിയിൽ പോലീസ് കുറ്റപത്രം നൽകിയത്. 2 നഴ്സുമാരും 2 ഡോക്ടർമാരും പ്രതികൾ. 750 പേജുള്ള കുറ്റപത്രം. കേസിൽ 60 സാക്ഷികൾ. 2017 നടത്തിയ MRI സ്കാനിംഗ് ആണ് അന്വേഷണത്തിൽ നിർണായക തെളിവായത്. ഹർഷിനയുടെ വയറ്റിൽ ശസ്ത്രക്രിയാ ഉപകരണം കുടുങ്ങിയത് മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെയെന്നും മെഡിക്കൽ ബോർഡിന്റെ വാദം ശരിയല്ല എന്നും അസിസ്റ്റന്റ് കമ്മീഷണർ പറയുന്നു. 2 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമെന്നും ACP വ്യക്തമാക്കി. MRI റിപ്പോർട്ടാണ് ഇതിനകത്ത് നിർണായകമായത്. കാരണം ഇതിനകത്ത് നമ്മളെ ഈ മെഡിക്കൽ ബോർഡ് നമ്മൾ റിപ്പോർട്ട് കൊടുത്തപ്പോഴും അതിനകത്ത് അവർ പറഞ്ഞത് നെഗ്ലിജൻസ്, ഡോക്ടർമാരുടെ ഭാഗത്ത് നെഗ്ലിജൻസ് ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അത് എവിടെ നിന്നാണ് കണ്ടെത്താൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ നമ്മുടെ ഫൈൻഡിങ്സിലാണ് നമുക്ക് ഈ MRI തെളിവ് വെച്ചാണ്, ശാസ്ത്രീയ പരിശോധന അടിസ്ഥാനത്തിലാണ് നമുക്ക് അയൺ എക്യുപ്മെൻ്റ് അതിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ നിർബന്ധമായിട്ടും അത് ഇതിനകത്ത് തുറന്നുള്ള സർജറിക്കകത്തും അല്ലെങ്കിൽ ഡെലിവറിക്കകത്തും കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുമായിരുന്ന ഫൈൻഡിങ്സ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് 3ാമത്തേതാണെന്നുള്ളത് നമ്മൾ ഉറപ്പിച്ചത്. നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ഇന്ന് ഹർഷിന പറഞ്ഞു, ചെറുപുഞ്ചിരിയോടെ. നഷ്ടപരിഹാരം കൂടി ലഭിച്ചാൽ മാത്രമേ നീതി പൂർണ്ണമാവൂ എന്നും ഹർഷിന പറയുന്നു. നഷ്ടപരിഹാരം കൂടി കിട്ടുമ്പോൾ മാത്രമേ നമുക്ക് പൂർണ്ണ നീതിയാവുന്നുള്ളൂ. നമുക്ക് നഷ്ടപ്പെട്ട ആ ഒരു സാമ്പത്തിക നഷ്ടങ്ങൾ എന്തായാലും നമുക്ക് കിട്ടിയേ മതിയാവും. അതിലേക്ക് നിയമ പോരാട്ടത്തിനുള്ള ഒരു വാതിലിപ്പോൾ തുറന്നിട്ടുണ്ട്. അപ്പം തീർച്ചയായും ലക്ഷ്യത്തിലെത്തും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.